വ്യാജരേഖ കേസിന്റെ ഭാഗമായി ആദിത്യ വളവി ഉണ്ടാക്കിയിട്ടുള്ള വിവിധ വ്യാജരേഖകളിൽ ഷെയർ അലോട്ട്മെന്റ് രേഖകളും എത്തിക്കൽ റിപ്പോർട്ടും ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അക്കാര്യം അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരായ പോലീസ് അന്വേഷിച്ചതാണ്. എന്നാൽ അത്തരമൊരു അക്കൗണ്ടന്റ് ബിരുദനിലേക്ക് അന്വേഷണം എത്തിയാൽ അത് ഇമെയിലിലെ ഡീറ്റെയിൽസ് കാണുന്ന ചാർട്ടേഡ് അക്കൗണ്ടിലേക്ക് എത്തും. ഇദ്ദേഹം താരു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മെത്രാപ്പോലിത്തയും മാഠ്യ മെത്രാനും ഉറ്റ ചെങ്ങാതികളും ബിസിനസ് പങ്കാളികളുമാണ്. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റും വ്യാജരേഖ നിർമ്മാണ ഘട്ടത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായിൽ ജോലി ചെയ്തിരുന്ന വ്യാജരേഖ കേസിൽ പ്രതിയാവേണ്ടിയിരുന്ന ഒരു വൈദികനും വ്യാജരേഖ കേസിൽ പ്രതിയായ ഫാദർ ബെന്നിയും അന്നത്തെ സഹായ മെത്രാനായിരുന്ന സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവും വ്യാജരേഖ കേസിൽ പ്രതിയായ ആദിത്യനെ സഹായിച്ച ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആലഞ്ചേരി പിതാവിനെതിരെ ഭൂമി വിവാദ ആരോപണം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ഫാദർ അഗസ്റ്റിൻ വട്ടോളിയും ഒക്കെ ഉൾപ്പെടെ അടുത്തടുത്ത ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള മെയിൽ ട്രാൻസാക്ഷൻ ആണിത്. ഈ രേഖയിലെ വൈദികൻ നടത്തിയിട്ടുള്ള ഇടപാടുകൾ, ഈ രേഖ പ്രകാരം ചാർട്ടേഡ് അക്കൗണ്ടന്റ് അയച്ചു കൊടുത്തിട്ടുള്ള രേഖകൾ, ഈ അടുത്തടുത്തുള്ള മെയിൽ ട്രാൻസാക്ഷനുകളിൽ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവ് എന്താണ് കൈകാര്യം ചെയ്തത് എന്നുള്ളത്, ഫാദർ അഗസ്റ്റിൻ വട്ടോളിയുടെ ഇടപെടലുകൾ എന്താണെന്നുള്ളതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതായിരുന്നു. ആദ്യത്തിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനത്തിൽ മനത്തോടത്ത് പിതാവിന് ഒപ്പമിരുന്ന വ്യക്തിയാണ് സണ്ണി കളപ്പുര എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. വ്യാജരേഖ കേസിന്റെ അട്ടിമറിയുടെ അടുത്ത ഘട്ടത്തിൽ ഡോക്യുമെന്റ് ആണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. വ്യാജരേഖ കേസിലെ പ്രതിയായ ആദിത്യ വളവിക്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ തയ്യാറാക്കി കൊടുത്ത ചാർട്ടേഡ് അക്കൗണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തായ സഹായ മെത്രാൻ പ്രതിയായ ബെന്നി മാരാപ്പറമ്പിൽ പ്രതിയാവേണ്ടിയിരുന്ന സണ്ണി കളപ്പുര, കാര്യങ്ങളുടെയൊക്കെ ഗൂഢാകേന്ദ്രം ആയിരുന്ന ഫാദർ വട്ടോളി എന്നിവർ ഉൾപ്പെടുന്ന രേഖ നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കണം. വ്യാജരേഖ കേസിന്റെ നടത്തിപ്പ് ചുമതല ജോബി അച്ഛനിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി കാവൽ പുരയിടത്തിൽ എത്തിയപ്പോഴാണ് അന്വേഷണം ഇവരെ ഒഴിവാക്കി അന്തിമ റിപ്പോർട്ട് നൽകിയത്. മറിച്ചായിരുന്നെങ്കിൽ മറ്റ് 7 പേർ കൂടി ഉണ്ടാകുമായിരുന്നു. ഈ കേസിലെ പ്രതികൾ അവരുടെ പേരുള്ള FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ആ കേസിൽ കക്ഷി ചേർന്ന വക്കീലിനോട് ബഹുമാനപ്പെട്ട കോടതി ആവശ്യപ്പെട്ടത് ഇതിന് ഗുണഭോക്താക്കളും ഗൂഢാലോചനക്കാരും അന്വേഷണ പരിധിയിൽ വരേണ്ടതല്ലേ എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ റിപ്പോർട്ടിൽ വരേണ്ടതുമായിരുന്നു. എക്കാലവും ആലഞ്ചേരി പിതാവിന്റെ കൂടെ നിന്നവർ സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത് പിതാവിനെ ഒറ്റിക്കൊടുക്കുകയും രാജിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരം ആളുകളെല്ലാം വരും ദിവസങ്ങളിൽ കോടതി കയറുമെന്നത് കാലം അവർക്ക് നൽകുന്ന പ്രതിഫലനമാണ്.